take a glass rod and rub it with silk. Due to friction, heat energy will be produced. This thermal energy will be absorbed by the electrons present in the glass rod and silk. The electrons from the glass rod will flow into the silk. ഒരു ഇലക്ട്രോണാണ് ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്കിലേക്ക് പോയത് എങ്കിൽ ഗ്ലാസ് റോഡിന് ഒരു പോസിറ്റീവ് ചാർജും സിൽക്കിന് ഒരു നെഗറ്റീവ് ചാർജും കിട്ടും. എത്ര ഇലക്ട്രോൺസ് ആണോ ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്കിലേക്ക് പോകുന്നത് അത്രയും പോസിറ്റീവ് ചാർജുകൾ ഗ്ലാസ് റോഡിനും കിട്ടും, അത്രയും നെഗറ്റീവ് ചാർജുകൾ സിൽക്കിനും കിട്ടും. ഈ രീതിയിൽ ഫ്രിക്ഷൻ വഴി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നാണ് പറയുക. ദ ചാർജസ് ഡെവലപ്ഡ് ഇൻ ദ ഗ്ലാസ് റോഡ് ആൻഡ് സിൽക്ക് വിൽ ബി റിമൈനിങ് അറ്റ് റെസ്റ്റ്. ദേ വിൽ നോട്ട് ബി മൂവിങ്. സോ സച്ച് ചാർജസ് ആർ കോൾഡ് സ്റ്റാറ്റിക് ചാർജസ്. ഈ രീതിയിൽ നമുക്ക് ബോഡീസിൽ ചാർജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. നമുക്കറിയാം 2 ടൈപ്പ് ചാർജാണുള്ളത്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിൻ്റെ ചാർജ് ഇ ആണ്, ഇതിൻ്റെ വാല്യൂ +1.6 × 10⁻⁻19 കുളുംബ്. നെഗറ്റീവ് ചാർജായ ഇലക്ട്രോണിൻ്റെ ചാർജ് -e ആണ്, അതിൻ്റെ വാല്യൂ വരിക -1.6 × 10⁻⁻19 കൂളുംബ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾക്കറിയുന്നത് തന്നെയാണ്. 2 പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജോ റിപ്പൽ ചെയ്യും. ഒരു പോസിറ്റീവും നെഗറ്റീവ് ചാർജുമാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. സോ ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ചാർജസ് സ്കേലാറാണ്. സ്കേലാർ ക്വാണ്ടിറ്റി നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദേ ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. അപ്പോൾ ചാർജസ് ആർ സ്കേലാർ. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജാണ്. നമ്മൾ എനർജി കൺസർവേഷൻ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ദ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. അതേപോലെ തന്നെയാണ് ചാർജും. ചാർജസ് കൺസേർവ്ഡ് ആണ്. ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് റോഡും സിൽക്കും നമ്മൾ റബ്ബ് ചെയ്തപ്പം ഗ്ലാസ്സിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടിയില്ലെന്ന്. നമ്മൾ ഗ്ലാസ്സിനെയും സിൽക്കിനെയും ഒരു സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുക. റബ്ബ് ചെയ്യുന്നതിന് മുൻപേ ഗ്ലാസ്സിനും സിൽക്കിനും ചാർജില്ല. റബ്ബ് ചെയ്തപ്പം ഗ്ലാസ്സിന് ഒരു പോസിറ്റീവ് ചാർജും സിൽക്കിന് ഒരു നെഗറ്റീവ് ചാർജും കിട്ടി. ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ആഡ് ചെയ്ത് എന്താ കിട്ടുക? 0. അപ്പോൾ അതിൻ്റെ അർത്ഥം യു കെ നോട്ട് ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയ് ചാർജസ്. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദ ടോട്ടൽ ചാർജ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? പെയറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇതിനാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുക. ഇനി അടുത്തതൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഫിക്സഡ് എന്നാണ്. ക്വാണ്ടൈസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. ഒരു ബോഡിയുടെ ചാർജ് ഫിക്സഡ് ആണ്, ക്വാണ്ടൈസ്ഡ് ആണ്. ഇപ്പം നമ്മൾ ഗ്ലാസ് സിൽക്കായിട്ട് റബ്ബ് ചെയ്യുമ്പം ഗ്ലാസ്സിൽ നിന്നൊരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പം ഗ്ലാസ്സിനൊരു പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലേ? ഇ. 2 ഇലക്ട്രോണാണ് പോകുന്നതെങ്കിലോ ഗ്ലാസിൻ്റെ ചാർജ് +2e. 3 ഇലക്ട്രോണാണ് പോകുന്നതെങ്കിൽ ഗ്ലാസിൻ്റെ ചാർജ് +3e. 3.5 ഇലക്ട്രോണ് ഗ്ലാസ്സിൽ നിന്ന് സിൽക്കിലേക്ക് പോവോ? 3.25 ഇലക്ട്രോൺ ഗ്ലാസ്സിൽ നിന്ന് സിൽക്കിലേക്ക് പോവില്ല. അപ്പോൾ നമുക്ക് പറയാം, ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുകയാണെങ്കിൽ Q = NE. എന്നിൻ്റെ വാല്യൂ 1, 2, 3, 4 എക്സെട്ര. N ഇൻറ്റിജറാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജാണ് ആ ബോഡിക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ +NE എന്നിടും. നെഗറ്റീവ് ചാർജാണ് കിട്ടണമെങ്കിൽ -NE എന്നിടും. അപ്പോൾ ഇതാണ് ക്വാണ്ടൈസേഷൻ. The charge on a body can be expressed as an integral multiple of the basic unit of charge small e, where Q equals ±NE, where N is an integer. അപ്പോൾ ഒരു ബോഡിക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ചാർജ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം.
ഇനി ആറാമത്തെ പ്രോപ്പർട്ടി ചാർജിൻ്റെ യൂണിറ്റാണ്, അത് കൂളുംബാണ്. ക്യാപിറ്റൽ സി വെച്ചിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുക. ഇനി ഏഴാമത്തെ പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെയാണ് ഒരു ചാർജിനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇപ്പോൾ ഗ്ലാസ് റോഡും സിൽക്കുമാണ് റബ്ബ് ചെയ്തത് എങ്കിൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും. ഫേറും എബണൈറ്റുമാണ് റബ്ബ് ചെയ്യുന്നത് എങ്കിൽ ഫേർ എന്ന് പറഞ്ഞാൽ കമ്പിളിയാണ്, കമ്പിളിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, എബണൈറ്റ് റോഡിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇപ്പോൾ വൂളും പ്ലാസ്റ്റിക്കുമാണ് റബ്ബ് ചെയ്യുന്നത് എങ്കിൽ വൂളിന് പോസിറ്റീവ് ചാർജും പ്ലാസ്റ്റിക്കിന് നെഗറ്റീവ് ചാർജും. അതുപോലെ ഡ്രൈ ഹെയറും പ്ലാസ്റ്റിക്കുമാണ് റബ്ബ് ചെയ്യുന്നത് എങ്കിൽ ഡ്രൈ ഹെയറിന് പോസിറ്റീവ് ചാർജും പ്ലാസ്റ്റിക്കിന് നെഗറ്റീവ് ചാർജും. അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ്. വെഹിക്കിൾസ് ക്യാരിയിങ് ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് യൂഷ്വലി ഹാവ് മെറ്റൽ റോപ്സ് ടച്ചിങ് ദ ഗ്രൗണ്ട്, വൈ? അതുപോലെ തന്നെ വേറെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദ ടയർ ഓഫ് എയർക്രാഫ്റ്റ് ആർ സ്ലൈറ്റ്ലി കണ്ടക്ടിങ്, വൈ? ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ കൊണ്ടുപോകുന്ന ലോറികളിലൊക്കെ ലോറികളിൽ നിന്ന് ഭൂമിയിലേക്ക് തട്ടിക്കൊണ്ട് ചങ്ങല തൂങ്ങിക്കിടക്കുന്ന നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വാഹനങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് എയർ ഫ്രിക്ഷൻ വഴി ആ വാഹനത്തിൻ്റെ ബോഡിയിൽ ചാർജ് ഡെവലപ്പ് ചെയ്യും. സ്റ്റാറ്റിക് ചാർജ് ഡെവലപ്പ് ചെയ്താൽ സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചാർജുകളെ ഭൂമിയിലേക്ക് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ടാണ് ലോറികളിൽ മെറ്റൽ റോപ്പ് ഭൂമിയുമായി തട്ടിച്ച് ഇടുന്നത്. അതേ കാരണം തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും. എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഭൂമിയുമായി കോണ്ടാക്റ്റിലാവുമ്പം ഫ്രിക്ഷൻ കാരണം ചാർജ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് ടയർ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ അത് ഭൂമിയിലേക്ക് ഫ്ലോ ചെയ്ത് പോകും. അതുകൊണ്ടാണ് എയർക്രാഫ്റ്റിൻ്റെ ടയർ സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ആക്കുന്നത്. അടുത്തത് കൂളുംസ് ലോ. നമ്മൾ ചാർജസിൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് തുടക്കത്തിൽ പറഞ്ഞു. ഇലക്ട്രിക് ഫോഴ്സ്, ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ്. ഇതിൽ നമ്മൾ ആദ്യത്തെ പോയിൻ്റ് ഇലക്ട്രിക് ഫോഴ്സിനെ പറ്റി പറയാൻ പോവാണ്. 2 പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ നമ്മളെ സഹായിക്കുന്നത് കൂളുംസ് ലോ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റ് ചാർജ്. എന്താണ് പോയിൻ്റ് ചാർജ്? 2 ചാർജുകളുടെയും സൈസ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാൾ വളരെ കുറവാണ് എങ്കിൽ നമ്മൾ ആ ചാർജിനെ പോയിൻ്റ് ചാർജ് എന്നാണ് പറയുക. അപ്പോൾ കൂളുംസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് 2 പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ പറ്റും. നിങ്ങൾ 2 ചാർജ് കൺസിഡർ ചെയ്യുക. ഒരു ചാർജ് Q1, മറ്റേ ചാർജ് Q2, രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് r. അങ്ങനെയാണെങ്കിൽ കൂളുംസ് ലോ പറയുന്നത് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിൻ്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എഫ് നമ്മളിപ്പോൾ വാക്വത്തിലാണ് ചാർജ് വെച്ചത് എങ്കിൽ എഫ് എയർ ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ r². പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് K അവിടെ ഇട്ടു. Kക്ക് പറയുക പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്നാണ്. അതിൻ്റെ വാല്യൂ 1/4πε0. ε0ക്ക് പറയുക പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. നമ്മൾ ചാർജ് വെച്ചിരിക്കുന്നത് ഫ്രീ സ്പേസിലാണ്. അതുകൊണ്ട് ε0 ഈസ് കോൾഡ്, ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ε0ൻ്റെ വാല്യൂ 8.85 × 10⁻⁻12 കൂളംബ് സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് ഇൻ വാക്വം ഈക്വൽസ് 1/4πε0 Q1 Q2 ബൈ r². ഇതിൽ ε0ൻ്റെയും പൈൻ്റെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഫോഴ്സ് ഇൻ വാക്വം ഈക്വൽസ് 9 × 10⁻⁹ Q1 Q2 ബൈ r². അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 2 ചാർജ് Q1ഉം Q2ഉം അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് r അറിയാമെങ്കിൽ ആ 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് വാക്വത്തിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കൂളംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ചാർജിൻ്റെ യൂണിറ്റ് കൂളുംബാണ് എന്ന്. സോ നമ്മൾ ഫസ്റ്റായിട്ട് വി ആർ ഗോയിങ് ടു ഡിഫൈൻ 1 കൂളും. നമ്മൾ ഇക്വേഷൻ നോക്കുക. F ഈക്വൽസ് 1/4πε0 Q1 Q2 ബൈ r². എല്ലാ ടേംസും 1 ആക്കുക. Q1 ഈക്വൽസ് 1 കുളുമ്പ്, Q2 ഈക്വൽസ് 1 കുളുമ്പ്, r is equal to 1 meter,
അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ വരിക ഫോഴ്സ് ഇൻ എയർ, വാല്യൂ ഒക്കെ കൊടുത്താൽ നമുക്ക് കിട്ടുക ഫോഴ്സ് ഇൻ എയർ ഇസ് ഈക്വൽ ടു 9 × 10⁹ ന്യൂട്ടൺ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ 1 കുളുമ്പിനെ ഡിഫൈൻ ചെയ്യുക. 1 കുളുംബ് ഈസ് ദാറ്റ് ചാർജ് which when placed at a distance of 1 meter from a similar charge in air repels with a force of 9 × 10⁹ ന്യൂട്ടൺ. ഒരു കുളുമ്പ് ചാർജ് എന്ന് പറഞ്ഞാൽ വേറൊരു 1 കുളുമ്പ് ചാർജിൽ നിന്നും 1 മീറ്റർ അകലെ എയറിൽ വെച്ചാൽ അവ തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് 9 × 10⁹ ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ മില്ലി കുളുമ്പ് ചോദിക്കാറുണ്ട്. 1 mc അതിനെ കൺവേർട്ട് ചെയ്താൽ 10⁻³ കുളുമ്പ് എന്നാണ് കിട്ടുക. മൈക്രോ നമ്മൾ മ്യൂ എന്നാണ് എഴുതുക. 1 മൈക്രോ കുളുംബ് ഈക്വൽസ് 10⁻�6 കുളുംബ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുളുമ്പിനെ ഡിഫൈൻ ചെയ്യാം. കുളുമ്പിനെ ഡിഫൈൻ ചെയ്യാൻ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. നമ്മൾ പഠിച്ച ഇക്വേഷനാണ് കറൻറ്റ് I is equal to Q/T. അപ്പോൾ അതിൽ നമുക്ക് ചാർജ് Q is equal to I × T. ടേംസ് ഒക്കെ 1 ആക്കുക. I is equal to 1 ആംപിയർ ആൻഡ് T is equal to 1 സെക്കൻഡ് ദെൻ Q is equal to 1 കുളുംബ്. ഒരു കണ്ടക്ടറിലൂടെ 1 സെക്കൻഡിൽ 1 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ ആ കണ്ടക്ടറിലെ ചാർജ് 1 കുളുംബാണ്. ദ ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് 1 കുളുംബ് ഇഫ് 1 ആംപിയർ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ഇനി കുളുംബ്സ് ലോൻ്റെ വെക്റ്റർ ഫോമാണ്. കുളുംബ്സ് ലോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സാണ്. ഇലക്ട്രിക് ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഡയറക്ഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുളുംബ്സ് ഫോഴ്സിനെ നമുക്ക് വെക്റ്റർ ഫോമിൽ റിപ്രസെൻ്റ് ചെയ്യാം. അതിന് നിങ്ങൾ 2 ചാർജ് കൺസിഡർ ചെയ്യുക, Q1ഉം Q2ഉം. Q1ൽ നിന്ന് Q2യിലേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ R12 എന്ന് കൊടുക്കും. അതല്ല Q2വിൽ നിന്ന് Q1ലേക്കാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ R21 എന്ന് കൊടുക്കും. ആദ്യം നമ്മൾ ഫോഴ്സ് ഓൺ Q1 കാണാൻ പോവുകയാണ്. ഫോഴ്സ് ഓൺ Q1. Q1ൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാകാനുള്ള കാരണം എന്താ? രണ്ടാമത്തെ ചാർജാണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുക ഫോഴ്സ് ഓൺ ദ Q1 ഡ്യൂ ടു ദ ചാർജ് Q2. വെക്റ്റർ ക്വാണ്ടിറ്റി ഇടണം. അപ്പോൾ Q1ൻ്റെ മുകളിലുള്ള ചാർജ് Q2 കാരണം ഈക്വൽസ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ നമ്മൾ ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ Q1ൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ ഈ Q2 Q1നെ ഇങ്ങോട്ടേക്കാണ് തള്ളുക. Q2 Q1നെ ഇങ്ങോട്ടേക്കാണ് പുഷ് ചെയ്യുക, റിപ്പൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ Q2വിൽ നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസാണ് മെഷർ ചെയ്യുക. R21 the whole square. അപ്പോൾ അങ്ങനെ എഴുതാം നമുക്ക്. ഫോഴ്സ് ആക്ടിങ് ഓൺ Q1. ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ ചാർജ് Q2 എന്ന് പറഞ്ഞാൽ F12 ഈക്വൽസ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ Q1നെ ഇങ്ങോട്ടേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ Q2വിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ. R21 the whole square. ഇവിടെ വെക്റ്റർ ക്വാണ്ടിറ്റിയും ഈ ഭാഗത്ത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് വെക്റ്റർ ആണെങ്കിൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും വെക്റ്റർ ആവണം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു യൂണിറ്റ് വെക്റ്റർ എഴുതും. യൂണിറ്റ് വെക്റ്റർ നമ്മൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കണം. ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? Q1 എങ്ങോട്ടാണ് പോവുക? Q2 പോസിറ്റീവ്, Q1 പോസിറ്റീവ്. അപ്പോൾ Q2 Q1നെ ലെഫ്റ്റിലേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ ആ ഡയറക്ഷനാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. R21 എന്നുള്ള യൂണിറ്റ് വെക്റ്ററിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വരിക ഫോഴ്സ് ഓൺ Q1 F12 ഈക്വൽസ് 1/4πε0 Q1 Q2 ബൈ R21 സ്ക്വയർ യൂണിറ്റ് വെക്റ്റർ R21. അതുപോലെ ഫോഴ്സ് ഓൺ Q2. Q2ൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാകാനുള്ള കാരണം Q1 ആണ്. Q1 Q2നെ റൈറ്റിലേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1 F21 ഈക്വൽസ് 1/4πε0 Q1 Q2 ബൈ Q1 Q2നെ റൈറ്റിലേക്കാണ് തള്ളുക. അപ്പോൾ ഡിസ്റ്റൻസ് റൈറ്റിലേക്കാണ് മെഷർ ചെയ്യേണ്ടത്. R12 ഇതിന് വെക്റ്റർ ക്വാണ്ടിറ്റി ഒക്കെ വേണ്ടി യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യൂണിറ്റ് വെക്റ്റർ R12. ഈ രീതിയിലാണ് നമ്മൾ കൂളംസ് ലോനെ വെക്റ്റർ ഫോമിൽ റിപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ യൂണിറ്റ് വെക്റ്റർ R21 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് R12. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് രണ്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് F12 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് F21 എന്ന് പറയാം. അതായത് Q1 Q2ൻ്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സും Q2 Q1ൻ്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റുമാണ്. ന്യൂട്ടൻ്റെ തേർഡ് ലോക്ക് ഈക്വലൻ്റ് ആണ് കൂളംസ് ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കുളുംബ്. ഒരു കുളുമ്പിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചാർജ് Q തന്നിട്ടുണ്ട്. Qന് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ ഫോർമുല പഠിച്ചിട്ടുണ്ട്. Q is equal to Ne. അപ്പോൾ N is equal to Q/E എന്ന് വരിക. Q
ക്യൂവിൻ്റെ വാല്യൂ 1 കുളും എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് കിട്ടുക 0.625 × 10⁻19 ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു കൂളുംബ് ചാർജിൽ ഇത്രയും ഇലക്ട്രോൺസ് 10⁻19 കണ്ടില്ല, ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി അടുത്തത് ഒരു പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എന്നുള്ള ഫോർമുല കൂളംസ് ലോ ആണ്. 1/4πε0. പ്രോട്ടോണിൻ്റെ ചാർജ് ഇ, ഇലക്ട്രോണിൻ്റെ ചാർജ് ഇ, ഡിസ്റ്റൻസ് r². ഇനി പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണാൻ g × മാസ് ഓഫ് ഇലക്ട്രോൺ × മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ r². വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇലക്ട്രോണിൻ്റെ ചാർജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മാസ് ഓഫ് ഇലക്ട്രോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മാസ് ഓഫ് പ്രോട്ടോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r² കട്ടായി പോകും. അത് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുക 2.4 × 10⁻39 എന്നാണ് കിട്ടുക. അതിൻ്റെ അർത്ഥം ഇലക്ട്രിക് ഫോഴ്സ് ഈസ് 10⁻39 ടൈംസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സ് 2.4 × 10⁻39 ടൈംസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ ശക്തി കൂടിയതാണ്. അടുത്ത നമ്മൾ കൂളംസ് ഫോഴ്സ് ഒരു മീഡിയത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നോക്കുക. അപ്പം നമ്മൾ വെക്കുന്ന ചാർജ് Q1ഉം Q2ഉം ഒരു മീഡിയത്തിൽ വെക്കുക. മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി നമ്മൾ എപ്സിലൺ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് ഇൻ എ മീഡിയം ഇസ് ഈക്വൽ ടു 1/4πε Q1 Q2/r². നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. നേരത്തെ നമ്മൾ വാക്വത്തിലുള്ള അല്ലെങ്കിൽ എയറിലുള്ള ഫോഴ്സ് എഴുതിയതാണ്. നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എഫ് എയർ ബൈ എഫ് മീഡിയം ഈക്വൽസ് ε/ε0 എന്നാണ് വരിക. ഈ റേഷ്യോ നോക്കുക, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതിൻ്റെ റേഷ്യോക്ക് നമ്മൾ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുക. പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ് കോൾഡ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഐദർ εr ഓർ k. അപ്പോൾ നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ നമുക്ക് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലോണിനെ നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ ഈക്വൽസ് ε0 × k. എപ്സിലോൺ ഈക്വൽസ് ε0 × k. അത് നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ ഈ എപ്സിലോണിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതാം? എഫ് മീഡിയം ഇസ് ഈക്വൽ ടു 1/4πε0 k Q1 Q2/r². ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എൻ്റെ വാല്യൂ നമുക്കറിയാം 8.85 × 10⁻12. k എന്ന് പറഞ്ഞാൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം. ഫോർ എക്സാമ്പിൾ വെള്ളത്തിന് കെൻ്റെ വാല്യൂ വരെ, വാട്ടറിന് കെൻ്റെ വാല്യൂ വരെ 80 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 3 ഉപയോഗിച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എ മീഡിയം ഇഫ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് k ഓഫ് ദ മീഡിയം ഈസ് ഗിവൺ. ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്ന്, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലൺ, അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കാണാൻ പോവാണ്. അതിന് എപ്സിലൻ്റെ ഫോർമുല എഴുതുന്നു 1/4πf Q1 Q2/r². ക്യൂവിൻ്റെ ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല 80 ആണ്. ഫോഴ്സിൻ്റെത് ml T⁻². ഡിസ്റ്റൻസിൻ്റെത് L². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക m⁻⁻1 L⁻⁻3 T⁻⁴ I⁻². So in this manner you can find the dimensional formula for epsilon. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഒരു മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് k എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കണ്ടക്ടർ ആണെങ്കിൽ kൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. കണ്ടക്ടേഴ്സിനാണ് k മാക്സിമം വാല്യൂ ഉണ്ടാവുക ഇൻഫിനിറ്റി. ഒരു വാക്വത്തിൻ്റെ കേസിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്? നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ മതി. ഈ k അവിടെ അല്ലെങ്കിൽ ഇത് ഫ്രീ സ്പേസ് ആയി അല്ലേ, k വരുമ്പോൾ മീഡിയം ആയി. അപ്പോൾ kൻ്റെ വാല്യൂ നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ if k is equal to 1, this becomes the equation for free space. അപ്പോൾ ഒരു ഫ്രീ സ്പേസിൻ്റെ കേസിൽ kൻ്റെ വാല്യൂ അല്ലെങ്കിൽ εrൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മിനിമം വാല്യൂ ഫോർ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈസ് 1, ദാറ്റ് ഈസ് ഇൻ വാക്വം. മാക്സിമം വാല്യൂ ഈസ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഫോർ കണ്ടക്ടേഴ്സ്. ആണ് ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കുക. ഫോർ ദാറ്റ് യു കൺസിഡർ എ ചാർജ് ക്യാപിറ്റൽ Q, consider a point P at a distance r from the charge Q, and you keep a test charge small q at P. ഈ സ്മോൾ ക്യൂവിന് ടെസ്റ്റ് ചാർജ് എന്നാണ് പറയുക. ഈ ടെസ്റ്റ് ചാർജിന് എന്താ സംഭവിക്കുക? ഈ ക്യാപിറ്റൽ Q
ഈ ടെസ്റ്റ് ചാർജിനെ റിപ്പൽ ചെയ്യും, ഈ ഡയറക്ഷനിൽ റൈറ്റിലേക്ക് റിപ്പൽ ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് ഇഫ് യു ആർ ഹാവിങ് എ ചാർജ് ക്യാപിറ്റൽ ക്യൂ, there is a space around it where another charge will experience a force. ആ സ്പേസിന് പുറത്താണ് നമ്മൾ ചാർജ് വെക്കുന്നത് എങ്കിൽ ആ ഫോഴ്സ് ഉണ്ടാവില്ല. ആ സ്പേസിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ദ സ്പേസ് അറൌണ്ട് എ ചാർജ് വേർ അനദർ ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്നാണ് കാണാൻ പോകുന്നത്. നമ്മൾ പറയുക ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നാണ്. അത് ഡിനോട്ട് ചെയ്യുക ഇ എന്ന ലെറ്റർ കൊണ്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമുക്ക് പി എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കാണേണ്ടത്. അത് കാണാനുള്ള ഫോർമുല ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി ഇ ഈക്വൽസ് ഫോഴ്സ് അറ്റ് പി ഡിവൈഡഡ് ബൈ ചാർജ് അറ്റ് പി. ഏത് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണോ കാണേണ്ടത് അവിടെയുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ അവിടെയുള്ള ചാർജ്. ഇവിടെയുള്ള ഫോഴ്സ് എത്ര നമുക്കറിയാം അല്ലേ? കുളംബ്സ് ലോ വെച്ചാൽ 1/4πε0 Q ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R². നമുക്കതിനെ എഫ് എന്ന് കൊടുക്കാം. ഇനി പിയിലുള്ള ചാർജ് എത്രയാണ്? പിയിലുള്ള ചാർജ് സ്മോൾ ക്യൂ ആണ്. അപ്പോൾ ഫോഴ്സ് അറ്റ് പി ഡിവൈഡഡ് ബൈ ചാർജ് അറ്റ് പി എന്ന് പറഞ്ഞാൽ E is equal to F by small q. So the formula to find electric field intensity at a point is E is equal to F by Q. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ചാർജിൻ്റെ യൂണിറ്റ് കൂളംബും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളംബ്. അതുകൂടാതെ ഒരു യൂണിറ്റും കൂടി ഉണ്ട്, വോൾട്ട് പെർ മീറ്റർ. പിന്നുള്ളത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കാണുകയാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ML(T⁻²), ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല IT. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല വരിക ML(T⁻3) I⁻⁻1. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, E is equal to F by Q അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ് കാണേണ്ടത് എങ്കിൽ ആ പോയിന്റ് പിയിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുക, ഒരു 1 കൂളംബ് പോസിറ്റീവ് ചാർജ് വെക്കുക. അപ്പോൾ ഈ 1 കൂളംബ് പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക? ഈ പ്ലസ് ക്യൂ ഈ പ്ലസിനെ റൈറ്റിലേക്കാണ് പുഷ് ചെയ്യുക. അങ്ങനെ റൈറ്റിലേക്കാണ് പുഷ് ചെയ്യുക. അതായത് പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ് വിൽ മൂവ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ? ഈ പ്ലസ് ക്യൂ കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടെ നമ്മൾ വെക്കുന്ന പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. ഇവിടെ നമ്മൾ വെക്കുന്ന നെഗറ്റീവ് ചാർജാണ് ഇവിടെ വെക്കുന്നെങ്കിൽ അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഈ ക്യൂ ഈ നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ടേക്കാണ് അട്രാക്ട് ചെയ്യുക. അപ്പം നമുക്ക് 2 കാര്യങ്ങൾ പറയാൻ പറ്റും. പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ലൈൻസിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. യു കൺസിഡർ എ പോയിൻ്റ് പി നിയർ എ പോയിൻ്റ് ചാർജ് ക്യാപിറ്റൽ ക്യൂ. ആ പിയിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കൊടുക്കുക. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുക. ആ ആരോ മാർക്കിൻ്റെ ഡയറക്ഷനിലാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. ഈ ചാർജ് ക്യൂവിൻ്റെ അടുത്ത് വേറൊരു പോയിൻ്റ് പി കൺസിഡർ ചെയ്യാം. ആ പിയിലും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെക്കുക.
ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് ഈ ആരോ മാർക്ക് കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് പോയിൻ്റ് ചാർജ് ക്യൂവിന് ചുറ്റും ഒരുപാട് പോയിൻ്റുകൾ അസ്യൂം ചെയ്യാം. ആ പോയിൻ്റിലൊക്കെ നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ചാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആ കാണിക്കുന്ന ആരോ മാർക്കിലൂടെയാണ് മൂവ് ചെയ്യുക. ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. ആൻ ഇമാജിനറി ലൈൻ ഡ്രോൺ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് along which a unit positive charge will move if it is free to do so. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുക. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഒരു പോസിറ്റീവ് ചാർജ് ക്യൂവിൻ്റെ അടുത്ത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെക്കുക. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ക്യൂവിൽ നിന്നും അകന്നു പോകും. അതായത് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഡയറക്റ്റഡ് അവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്. അതുപോലെ ഫോർ എ നെഗറ്റീവ് ചാർജ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, നമുക്ക് രണ്ട് പോസിറ്റീവ് ചാർജ് ആണ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ആയിരിക്കും. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിലോ അതിന് ഡൈപോൾ എന്നാണ് പറയുക. ഒരു ഡൈപോളിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിക്കും. ദേ സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഓൺ ദ നെഗറ്റീവ് ചാർജ്. ഇനി അടുത്തത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. യു ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് യൂസിങ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. നിങ്ങളൊരു ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് കൺസിഡർ ചെയ്യുക. അതിലൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക. ആ പോയിൻറ്റിലേക്കൊരു ടാൻജൻറ്റ് വരയ്ക്കുക. ദാറ്റ് ടാൻജൻറ്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിൻ്റ് ഓൺ ദ ഫീൽഡ് ലൈൻ gives the direction of electric field at that point. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കുക. എന്തായാലും കാണുന്നത് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യൂല എന്നാണ് പറയുന്നത്. അതെന്താ ഇൻ്റർസെക്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ ആ രണ്ട് ലൈനിനും ഓരോ ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിങ്ങൾക്ക് രണ്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. അതായത് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. അതൊരിക്കലും പറ്റില്ല. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്ഷനേ ഉണ്ടാവുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. ഒരു സ്പേസിലുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ നമ്മളതിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുക. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലലും ഈക്വി ഡിസ്റ്റൻറ്റും ആയിരിക്കും. ഈ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാണ് പറയുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ് പ്ലേറ്റ് ആൻഡ് എ നെഗറ്റീവ് പ്ലേറ്റ് കെപ്റ്റ് പാരലൽ ടു ഈച്ച് അതർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. യു ക്യാൻ സീ ദാറ്റ് ദ ഫീൽഡ് ലൈൻസ് ആർ പാരലൽ ആൻഡ് ഈക്വി ഡിസ്റ്റൻറ്റ്. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഡു നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്പ്. നമ്മൾ കണ്ടതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഒരു പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുകയാണ്. തിരിച്ചത് വീണ്ടും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് അല്ല. ദേ സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഓൺ ദ നെഗറ്റീവ് ചാർജ് എന്നാണ്. അടുത്ത പ്രോപ്പർട്ടി, ദേ ആർ കണ്ടിന്യൂസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കണ്ടിന്യൂസ് ആണ്. ഫീൽഡ് ലൈനിൽ നമുക്ക് ബ്രേക്കൊന്നും കാണാൻ പറ്റില്ല. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സ്ട്രോങ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ക്ലോസർ. ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് വീക്ക് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ഫാർ അപ്പാർട്ട്. ആദ്യത്തെ ചിത്രത്തിൽ ക്യാപിറ്റൽ ക്യൂവിന് ചുറ്റും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്താണ് നിൽക്കുന്നത്. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ
ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അകന്നാണ് നിൽക്കുന്നത്. അപ്പോൾ സ്മോൾ ക്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന് സ്ട്രെങ്ത്ത് കുറവാണ്. ഇനി അടുത്ത പ്രോപ്പർട്ടി, മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് എനി ചാർജ്ഡ് കണ്ടക്ടർ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. അതിന് നിങ്ങൾ ഒരു പോയിൻ്റ് ചാർജ് സ്മോൾ ക്യൂ കൺസിഡർ ചെയ്യുക. ഒ എന്ന പോയിന്റിലാണ് നമ്മൾ ക്യൂവിനെ വെച്ചിരിക്കുന്നത്. ക്യൂവിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെയായിട്ട് ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യുക. ഈ ക്യൂ കാരണം ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മൾ പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് കാണാൻ പോകുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പോയിന്റ് പിയിൽ ഒരു 1 കൂളുംബ് ചാർജ്, യു കീപ്പ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് പി. അങ്ങനെയാണെങ്കിൽ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എന്താണ്? ഫോഴ്സ് അറ്റ് പി ഡിവൈഡഡ് ബൈ ചാർജ് അറ്റ് പി. പിയിലുള്ള ഫോഴ്സ് എത്രയാ? പിയിലുള്ളത് 1 കുളുംബാ. 1 കുളുംബിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാ? കുളുംസിൽ അപ്ലൈ ചെയ്യുക. 1/4πε0 Q ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ r². ഇനി ഡിവൈഡഡ് ബൈ ചാർജ് അറ്റ് പി. പിയിലുള്ള ചാർജ് എത്രയാ? 1 കുളും. അപ്പോൾ ഇതിനെ ഡിവൈഡഡ് ബൈ 1 കുളും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? E is equal to 1/4πε0 Q/r². അപ്പോൾ Q എന്ന പോയിന്റ് ചാർജ് 6 ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിൻ്റെ വാല്യൂ എന്താണ്? E ഈക്വൽസ് 1/4πε0 Q/r². ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാം. ഡയറക്ഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പിയിൽ വെക്കും. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഈ സ്മോൾ ക്യൂ, ഈ പോസിറ്റീവ് ചാർജിനെ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യിക്കുക, റിപ്പൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ വരയ്ക്കുകയാണ്. ഇതാണ് ഡയറക്ഷൻ ടുവേർഡ്സ് ഒ പി. ആദ്യം നമുക്ക് ഡൈപോൾ എന്താണെന്ന് നോക്കാം. ഈ ചിത്രം നോക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് an electric dipole consists of 2 equal and opposite charges separated by a small distance. ആദ്യത്തെ ചാർജ് മൈനസ് ക്യൂ, അടുത്ത ചാർജ് പ്ലസ് ക്യൂ. The two charges are equal and opposite. They are separated by a small distance 2L. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ചിത്രത്തിൽ നോക്കുക. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ പി. ദ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ ഈസ് മെഷേർഡ് ബൈ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി. പിന്റെ ഡയറക്ഷൻ നോക്കൂ. എവിടുന്ന് അങ്ങോട്ടാ? ദ ഡയറക്ഷൻ ഓഫ് പി ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. പിക്ക് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. 2, ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഫോർമുല ഇതാണ്. 1 ഓഫ് ദ ചാർജസ് ഇൻടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ചാർജസ്. ഇതിൽ ഏതെങ്കിലും ഒരു ചാർജ് എടുക്കുക. രണ്ടും ക്യൂ ആണ്. സോ യു റൈറ്റ് ക്യൂ ഇൻടു ഡിസ്റ്റൻസ് എത്രയാണ്? 2L. സോ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഗിവൺ ബൈ പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻടു 2L. പി വെക്ടർ ആയതുകൊണ്ട് ഇവിടെ നമ്മളൊരു യൂണിറ്റ് വെക്ടറും കൂടി ഇടും. നമ്മൾ എഴുതുമ്പോൾ പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻടു 2L. അപ്പൊ പി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. പിന്റെ യൂണിറ്റ് എന്തായിരിക്കും വരിക? ചാർജിന്റെ യൂണിറ്റ് കൂളുംബ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പൊ പിന്റെ യൂണിറ്റ് വരിക SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് കൂളുംബ് മീറ്റർ. ഒരിക്കലും എക്സാമിൽ ചോദിച്ചിരുന്നു വാട്ട് ഈസ് മെൻ ബൈ ആൻ ഐഡിയൽ ഡൈപോൾ. An ideal dipole consists of 2 very large charges equal and opposite separated by very small distance. ഈ 2 ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡ് വലുതായിരിക്കും, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും. 2 very large charges equal and opposite separated by very small distance. That is called an ideal dipole. Electric field intensity due to an electric dipole. അതിൽ ആദ്യത്തെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈനാണ്. നിങ്ങളൊരു ഡൈപോൾ കൺസിഡർ ചെയ്യുക. AB ആണ് ഡൈപോളിൻ്റെ പേര്. ഡൈപോളിൻ്റെ നീളം 2L. ഡൈപോളിൻ്റെ സെൻറ്റർ O ആണ്. ഡൈപോൾ മൊമെൻറ്റ്
P ആണ്, directed from negative to positive. You consider a point P. ഈ പി എന്നുള്ള പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? ഇത് ഡൈപോളിൻ്റെ ആക്സസാണ്. ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലാണ് പോയിന്റ് പി കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് at a point on the axial line. We are going to find the electric field at P. P is at a distance x from the center of the dipole. O'യിൽ നിന്നും പിയിലേക്കുള്ള ദൂരമാണ് എക്സ്. ഇനി നമ്മളെങ്ങനെയാണ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക? ഈ -q ചാർജ് കാരണം പിയിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഞാനതിനെ EA എന്ന് അടയാളപ്പെടുത്താണ്. +q ചാർജ് കാരണവും പിയിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഞാനതിനെ EB എന്ന് അടയാളപ്പെടുത്താണ്. അപ്പോൾ പിയിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ EA + EB. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നെറ്റ് ഫീൽഡ് അറ്റ് പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെക്റ്റർ സം ഓഫ് EA ആൻഡ് EB. ഇതൊക്കെ കാണാൻ പറ്റും. എൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും EBൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടുമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ വരുന്നത്? ആദ്യം നമ്മൾ -q കാരണം പിയിലുള്ള ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒന്ന് കണ്ടുനോക്കുക. ഇവിടെ ഒരു +1 കൂളമ്പ് വെച്ചാൽ ഈ -q ഈ +1 കൂളമ്പിനെ എങ്ങോട്ടാണ് അട്രാക്ട് ചെയ്യുക? ലെഫ്റ്റിലേക്കാണ്. അതുകൊണ്ട് ഈ -q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് EA ലെഫ്റ്റിലേക്കാണ്. ഇവിടെ വെക്കണ +1 കൂളമ്പിനെ ഈ +q എങ്ങോട്ടാണ് അട്രാക്ട് ചെയ്യുക? +q ഈ +1 കൂളമ്പിനെ അട്രാക്ട് ചെയ്യല്ല ചെയ്യുക, റിപ്പൽ ചെയ്യുക. അപ്പോൾ ഈ +1 കൂളമ്പിന് ഈ +q റൈറ്റിലേക്ക് റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ +q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് EB റൈറ്റിലേക്കായിരിക്കും. അപ്പോൾ then what will be the net field at P? Net field at P is the vector sum of EA and EB. EA ലെഫ്റ്റിലേക്കും EB റൈറ്റിലേക്കും ആയതുകൊണ്ട് the net field will be written as E is equal to EB minus EA. EB കൂടുതലായതുകൊണ്ടാണ് EB minus EA എന്ന് എടുക്കുന്നത്. ഇനി നമ്മൾ EAയും EBയും എത്രയെന്ന് കാണാൻ പോവാണ്. ഇനി നമ്മൾ EAൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദ ചാർജ് -q. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് E is equal to 1/4πε0 q/r² എന്നാണ്. അപ്പോൾ ഈ -q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് വരിക 1/4πε0 q ഡിവൈഡഡ് ബൈ ക്യൂവിൽ നിന്നും പിയിലേക്കുള്ള ദൂരം എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എക്സും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം L/2 ആണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് വരിക ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം L-ഉമാണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് വരിക EA ഈക്വൽസ് 1/4πε0 q ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് L². അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദ ചാർജ് -q. ഇനി വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദ ചാർജ് +q? വീണ്ടും നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുക. EB ഇസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ ക്യൂവിൽ നിന്നും പിയിലേക്കുള്ള ദൂരം എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എക്സ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എല്ലും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്രയായിരിക്കും വരിക? എക്സ് മൈനസ് എൽ. അപ്പോൾ നമ്മളെ ഫോർമുല വരുമ്പം 1/4πε0 q ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ നെറ്റ് ഫീൽഡ് കാണാൻ വേണ്ടി ഇത് രണ്ടും കൂടി വെക്ടർ സം എടുക്കുക. വെക്ടർ സം എടുക്കുമ്പം EA ലെഫ്റ്റിലേക്കും EA റൈറ്റിലേക്കും ആയതുകൊണ്ട് E is equal to EA minus EB എന്നാണ് എഴുതുക. സോ ദ നെറ്റ് ഫീൽഡ് ഈസ് EP equals 1/4πε0 q divided by x minus L the whole square minus 1/4πε0 q divided by x plus L the whole square. അതിൽ 1/4πε0 കോമൺ ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തോ. ഉള്ളിൽ ഇതാണ് വരിക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. LCM എടുക്കുക. 1/4πε0 q ഇൻറ്റു എക്സ് പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് q into x minus L the whole square divided by a minus b into a plus b. a plus b into a minus b എന്താ? a square minus b square ആ. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ എഴുതേണ്ടത് 1/4πε0 ഇൻറ്റു ഇതിനെ സിംപ്ലിഫൈ നമുക്ക് കിട്ടുക 2 ഇൻറ്റു q ഇൻറ്റു 2l ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും.
ഇനി ക്യൂ ഇൻറ്റു 2L നമ്മൾ നേരത്തെ പറഞ്ഞതാ ഡൈപോൾ മൊമെൻ്റാണ്. അപ്പോൾ ക്യൂ ഇൻറ്റു 2L എന്ന് പറയുന്നത് നമുക്ക് ഡൈപോൾ മൊമെൻ്റ് എന്ന് എഴുതാം. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈക്വൽസ് 1/4πε0 2px divided by x square minus L square the whole square. So this is the expression for electric field at P due to a dipole. ഇനി നമ്മളൊരു അപ്രോക്സിമേഷൻ എടുക്കുകയാണ്. വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ഡൈപോൾ ഈസ് വെരി ഷോർട്ട്. ഡൈപോൾ ചെറുതാണ്. ഡൈപോൾ ചെറുതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് 2L കുറവായിരിക്കും. ലെങ്ത്ത് 2L കുറവാന്ന് പറഞ്ഞാൽ L കുറവാണ്. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ എല്ലിൻ്റെ വാല്യൂ കുറവാകുമ്പം നമുക്ക് ഈ എക്സിനെ അപേക്ഷിച്ചിട്ട് എല്ലിൻ്റെ വാല്യൂ വളരെ കുറവാണ്. എല്ലിൻ്റെ വാല്യൂ കുറവായതുകൊണ്ട് നമുക്ക് ഈ എല്ലിനെ നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? E ഈക്വൽസ് 1/4πε0 2px ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 എന്ന് വരും. അതിൽ എക്സും എക്സും വെട്ടിപ്പോവും. E ഈക്വൽസ് 1/4πε0 2p/x³. So this is the expression for electric field at an axial point due to a dipole. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ. നമ്മുടെ ഡൈപോൾ എ ബി കൺസിഡർ ചെയ്യുക. എ ബിയുടെ നീളം 2L, എ ബിയുടെ സെൻറ്റർ O. ദ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് P ഈസ് ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. ഇനി നമ്മളൊരു ഇക്വറ്റോറിയൽ ലൈൻ കൺസിഡർ ചെയ്യുക. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ സെൻറ്ററിലൂടെ ഡൈപോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ലൈനാണ് ഇക്വറ്റോറിയൽ ലൈന്. C is a point on the equatorial line at a distance x from the center of the dipole. നമുക്ക് ഈ സിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഈ ഡൈപോൾ കാരണം സിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. അപ്പം നമ്മൾ -Qയിൽ നിന്നും സിയിലേക്കൊരു ലൈൻ വരച്ചു AC, +Qയിൽ നിന്നും സിയിലേക്കൊരു ലൈൻ വരച്ചു BC. ആ രണ്ട് ലൈനും ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡൈപോൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സിയിലുള്ള നെറ്റ് ഫീൽഡ് കാണാൻ പോവാണ്. ആദ്യം നമ്മൾ -Q കാരണം സിയിലുള്ള ഫീൽഡ് EA കണ്ടുപിടിക്കും. പിന്നെ +Q കാരണം സിയിലുള്ള ഫീൽഡ് EB കണ്ടുപിടിക്കും. EA ആൻഡ് EBയുടെ വെക്റ്റർ സമ്മായിരിക്കും. EAയുടെയും EBയുടെയും വെക്റ്റർ സമ്മായിരിക്കും സിയിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. We can say that the net electric field at C is the vector sum of EA and EB. അപ്പോൾ ആദ്യം ഞാൻ -Q കാരണം സിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് മാർക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1 കൂളുംബ് ചാർജ് കൊണ്ടുവെക്കുക. ഇവിടെ ഒരു 1 കൂളുംബ് ചാർജ് കൊണ്ടുവച്ചാൽ ഈ 1 കൂളുംബിനെ ഈ -Q എന്താ ചെയ്യുക? ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുക. അതാണ് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ -Q കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് EAൻ്റെ ഡയറക്ഷൻ അലോങ് CA ആയിരിക്കും. അവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇനി അടുത്തത് ഞാൻ ഈ +Q കാരണം സിയിലുള്ള ഫീൽഡ് കാണാൻ പോവാണ്. EB. ഇവിടെ ഞാനൊരു 1 കുളുംബ് ചാർജ് വെച്ചാൽ ഈ 1 കുളുംബ് ചാർജിനെ ഈ +Q എന്താ ചെയ്യുക? ഈ +Q ഇവിടെയുള്ള 1 കുളുംബിനെ റിപ്പൽ ചെയ്യുക. ഈ ഡയറക്ഷനിൽ റിപ്പൽ ചെയ്യുക. നമുക്ക് ആ ചിത്രം നോക്കുക. ഇതാ കണ്ടില്ലേ? അപ്പം -Q കാരണമുള്ള ഫീൽഡ് EA അലോങ് CAയും +Q കാരണമുള്ള ഫീൽഡ് EB അലോങ് BCയുമാണ്. ഈ രണ്ട് ഫീൽഡിൻ്റെയും കൂടി നെറ്റ് സം വെക്റ്റർ സം ആയിരിക്കും. ദ വെക്റ്റർ സം ഓഫ് EA ആൻഡ് EB വിൽ ബി ദ നെറ്റ് ഫീൽഡ് അറ്റ് C. അപ്പോൾ നമ്മളിതിൻ്റെ വെക്റ്റർ സം കാണണം. ഈ രണ്ട് വെക്ടറും ഒരേ ഡയറക്ഷനിലല്ല, അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് വെക്ടറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമല്ല. EA ഇങ്ങോട്ടും EB ഇങ്ങോട്ടും അല്ല. അപ്പോൾ നമുക്ക് അതിനെ ഈ വെക്റ്റർ E ഈസ് ഈക്വൽ ടു EA മൈനസ് EB എന്ന് എഴുതാൻ പറ്റില്ല. ഇത് രണ്ടും ഈ രീതിയിൽ ആയതുകൊണ്ട് ഇതിൻ്റെ വെക്റ്റർ സം എന്ന് പറഞ്ഞാൽ നമ്മൾ പാരലോഗ്രാം വരച്ച് ആ പാരലോഗ്രാമിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും റിസൾട്ടൻ്റ്. ചിത്രത്തിൽ കണ്ടില്ലേ? നമ്മൾ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തോ, ആ പാരലോഗ്രാമിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും EA പ്ലസ് EB. ഞാൻ EAൻ്റെ വാല്യൂ എഴുതാൻ പോവാം കേട്ടോ. നമുക്കറിയാം ഒരു പോയിന്റ് ചാർജ് കാരണം ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² എന്നാണ്. അപ്പോൾ -Q കാരണം ഇവിടെയുള്ള ഫീൽഡ് വരിക 1/4πε0
ക്യൂ ഡിവൈഡഡ് ബൈ മൈനസ് ക്യൂവിൽ നിന്നും സിയിലേക്കുള്ള ദൂരം എത്രയാണ്? ഇതെന്താ ഈ ഡിസ്റ്റൻസ് എ സി എത്ര വരിക? റൂട്ട് ഓഫ് എ സി സ്ക്വയർ എന്നാണ് വരിക അല്ലേ. അപ്പോൾ എ സി സ്ക്വയറിൻ്റെ വാല്യൂ 1/4πε0 Q/r² എന്നാണ് വരിക. ആർ എന്ന് പറഞ്ഞാൽ എന്ന് സിയിലേക്കുള്ള ദൂരമാണ്. എന്ന് സിയിലേക്കുള്ള ദൂരം എത്ര വരിക? ഈ ഡിസ്റ്റൻസ് L² പ്ലസ് X². അപ്പോൾ നമ്മൾ ഫോർമുല വരിക EA ഈക്വൽസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ X² പ്ലസ് L². ഇതാണ് EA. ഇനി നമ്മൾ EBൻ്റെ വാല്യൂ എഴുതാൻ പോവാണ്. പ്ലസ് ക്യൂ കാരണം സിയിലുള്ള ഫീൽഡ് 1/4πε0 Q ഡിവൈഡഡ് ബൈ BC² എന്നാണ് വരിക. BC² വാല്യൂ വീണ്ടും X² പ്ലസ് L². അപ്പം നമ്മൾ EAയും EBയും കണ്ടുപിടിച്ചു. ഇനി ഇത് രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആയിരിക്കും നെറ്റ് ഫീൽഡ് അറ്റ് സി. ആ റിസൾട്ടൻ്റ് എങ്ങനെയാണ് കാണുക? ഞാൻ EA എന്നുള്ള വെക്ടറിനെയും EB എന്നുള്ള വെക്ടറിനെയും റിസോൾവ് ചെയ്യാൻ പോവാണ്. ഐ എം ഗോയിങ് ടു സ്പ്ലിറ്റ് ദ വെക്ടേഴ്സ് EA ആൻഡ് EB. നിങ്ങൾ ചിത്രം നോക്കുക. ഇത് ഞാനിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചതാണ്. ഇതാണ് EB എന്നുള്ള വെക്ടർ, ഇതാണ് EA എന്നുള്ള വെക്ടർ, ഇത് റിസൾട്ടൻ്റ് വെക്ടർ EC. നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം EAനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം നമുക്ക് ഈ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. ഈ ആംഗിൾ തീറ്റയും ഈ ആംഗിൾ തീറ്റയും ആണെങ്കിൽ ഈ രണ്ടിൻ്റെയും കൂടി 2 തീറ്റ ആയിരിക്കും. ഈ സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു ദ എക്സ്റ്റീരിയർ ആംഗിൾ എന്നാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടി ടോട്ടൽ സമ്മ് 2 തീറ്റയാണ് ഇത് വരിക. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയും ഈ ആംഗിൾ തീറ്റയുമാണ് വരിക. അപ്പം നമ്മൾ ഈ എ എന്നുള്ള വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഈ കമ്പോണൻറ്റ് EA കോസ് തീറ്റയും ഈ കമ്പോണൻറ്റ് EA സൈൻ തീറ്റയും. EB എന്നുള്ള വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഈ കമ്പോണൻറ്റ് EB കോസ് തീറ്റയും ഈ കമ്പോണൻറ്റ് EB സൈൻ തീറ്റയും. ഈ തീറ്റ ചേർന്നെടുക്കുന്ന കമ്പോണൻ്റാണ് കോസ്, മറ്റേ കമ്പോണൻറ്റ് സൈനും. അപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും EB സൈൻ തീറ്റയും EA സൈൻ തീറ്റയും ഇത് രണ്ടും ഈക്വലുമാണ്, ഓപ്പോസിറ്റുമാണ്. അങ്ങനെ ഈക്വലാണെന്ന് മനസ്സിലായി. EB is equal to ഈ ചിത്രം നോക്കിയാൽ കാണാം EA EB ഒരേ വാല്യൂ ആണ്. അപ്പോൾ EB സൈൻ തീറ്റ എന്നുള്ള കമ്പോണൻറ്റും EA സൈൻ തീറ്റ എന്നുള്ള കമ്പോണൻറ്റും ഈക്വലുമാണ്, ഓപ്പോസിറ്റുമാണ്. അതത് ക്യാൻസൽ ചെയ്യും. പിന്നുള്ള കമ്പോണൻറ്റ് EA കോസ് തീറ്റയും EB കോസ് തീറ്റയുമാണ്. ദേ ആർ അലോങ് ദ സെയിം ഡയറക്ഷൻ. സോ വെൻ വി ടേക്ക് ദ വെക്ടർ സം ഓഫ് EA ആൻഡ് EB വി വിൽ ഗെറ്റ് EC ഈക്വൽസ് EA കോസ് തീറ്റ പ്ലസ് EB കോസ് തീറ്റ. ഒന്നുകൂടി പറയാം, ഈ രണ്ട് സൈൻ കമ്പോണൻസ് ഈക്വലും ഓപ്പോസിറ്റുമാണ്. സോ ദേ വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ഓൺലി ദ കോസ് കമ്പോണൻസ് വിൽ ഗെറ്റ് ആഡഡ് അപ്പ്. സോ വെക്ടർ EA പ്ലസ് വെക്ടർ EB എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കമ്പോണൻസിൻ്റെ സമ്മായിരിക്കും EA കോസ് തീറ്റ പ്ലസ് EB കോസ് തീറ്റ. ഇത് കണ്ടില്ലേ നിങ്ങൾ? EAയും EBയും സെയിം ആണ്, കണ്ടോ? ഡയറക്ഷൻ വ്യത്യാസം എന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. അപ്പോൾ EA കോസ് തീറ്റ പ്ലസ് EB കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? EA EBയും സെയിം ആണ്. അപ്പോൾ EA കോസ് തീറ്റ പ്ലസ് EA കോസ് തീറ്റ എന്ന് തന്നെ എഴുതാം, 2EA കോസ് തീറ്റ. So you can write EA cos theta plus EA cos theta equal EB cos theta equals 2EA cos theta. Value substitute ചെയ്യുക 2 into EAൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1/4πε0 Q ഡിവൈഡഡ് ബൈ X² പ്ലസ് L² ഇൻറ്റു ഇനി കോസ് തീറ്റൻ്റെ വാല്യൂ ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം കോസ് തീറ്റ ഈക്വൽസ് അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡിൻ്റെ വാല്യൂ എത്ര? L ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസിൻ്റെ വാല്യൂ എത്രയാ? X² പ്ലസ് L² ഹോൾ റേസ് ടു 1/2. അപ്പം നമ്മൾ 2 എന്നുള്ള വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. EC ഈക്വൽസ് EA കോസ് തീറ്റ പ്ലസ് EA കോസ് തീറ്റ ഈക്വൽസ് 2EA കോസ് തീറ്റ എന്നാണ് വരിക. 2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. EAൻ്റെ വാല്യൂ 1/4πε0 Q/L² പ്ലസ് X² പ്ലസ് L² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോസ് തീറ്റൻ്റെ വാല്യൂ L ഡിവൈഡഡ് ബൈ X² പ്ലസ് L² ഹോൾ റേസ് ടു 1/2 അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ Q ഇൻറ്റു 2L എന്ന് എഴുതും നമ്മൾ. X റേസ് ടു A ഇൻറ്റു X റേസ് ടു B എന്താ? X റേസ് ടു A പ്ലസ് B ആ. അപ്പോൾ ഇവിടെ 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 3/2 എന്ന് വരും. Q ഇൻറ്റു 2L എന്ന് പറഞ്ഞാൽ എന്താ? P ആണ്. അപ്പോൾ നമ്മളെ ഫോർമുല വരിക EC ഈക്വൽസ് 1/4πε0 P ഡിവൈഡഡ് ബൈ X² പ്ലസ് L² ദ ഹോൾ റേസ് ടു 3/2. ദിസ് ഇസ് ദ ഫോർമുല ഫോർ ഇലക്ട്രിക് ഫീൽഡ് at a point on the equatorial line due to an electric dipole. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് ഡൈപോൾ ഈസ് ഷോർട്ട്.
ഡൈപോൾ ചെറുതാണെന്ന്. ഡൈപോൾ ചെറുതാകുമ്പോൾ ഡൈപോളിൻ്റെ നീളം L ചെറുതായിരിക്കും. എക്സിനെ അപേക്ഷിച്ചിട്ട് എല്ലിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അപ്പോൾ L നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോർമുല എങ്ങനെ വരിക? 1/4πε0p ഡിവൈഡഡ് ബൈ x²⁵ എന്ന് വരും. 2 ഉം 2 ഉം വെട്ടിപ്പോവും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0p ഡിവൈഡഡ് ബൈ x³. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇക്വറ്റോറിയൽ ആക്സിയൽ ലൈനും ഇപ്പം നമ്മൾ പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇക്വറ്റോറിയൽ ലൈനും ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഈക്വൽസ് 2 times the electric field at a point on the equatorial line. ഒരു തിൻ വയർ കൺസിഡർ ചെയ്യുക. ആ തിൻ വയറിലേക്ക് നിങ്ങൾ ചാർജ് കൊടുത്താൽ ദ ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ലെങ്ത്. നമ്മൾ പറയുക ദ വയർ ഈസ് ഹാവിങ് എ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽസ് Q/L. ഇനി നിങ്ങളൊരു ഷീറ്റ് കൺസിഡർ ചെയ്യുക. ആ ഷീറ്റിലേക്കാണ് ചാർജ് കൊടുക്കണമെങ്കിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ദ ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ഏരിയ. ലെങ്ത്തിലും ബ്രെഡ്ത്തിലുമായിട്ടാണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. അതിന് നമ്മൾ പറയുക സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നാണ്. സിഗ്മ ഈക്വൽസ് ചാർജ് ബൈ ഏരിയ. സിഗ്മ ഈക്വൽസ് Q/A. ഇനി അടുത്തത് വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്. നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഓബ്ജക്റ്റ് കൺസിഡർ ചെയ്യാണ്. ആ കണ്ടക്ടറിലേക്ക് നമ്മൾ ഒരു ചാർജ് കൊടുക്കുകയാണെങ്കിൽ ദ ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ലെങ്ത്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ വോളിയം. അതിന് നമ്മൾ വോളിയം ചാർജ് ഡെൻസിറ്റി എന്നാണ് പറയുക. ഡിനോട്ട് ചെയ്യുക റോ എന്ന ലെറ്റർ കൊണ്ടാണ്. റോ ഈക്വൽസ് ചാർജ് ബൈ വോളിയം. റോ ഈക്വൽസ് Q/V.